എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാലാംബികയായ കന്യാകുമാരിയെക്കുറിച്ചാണ്. കന്യാകുമാരിയിൽ ധ്യാനത്തിലമർന്ന പെൺകിടാവിൻ്റെ രൂപത്തിലാണ് ദേവി. ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ സമുദ്രങ്ങൾ സംഗമിക്കുന്ന ത്രിവേണിയിൽ ബാലാംബികയായി സ്വയം വരമംഗല്യഹാരവുമായി ശുചീന്ദ്രനാഥനെ കാത്തിരുന്ന കുമാരിയാണ് ദേവി എന്നാണ് ഐതിഹ്യം. വിവാഹനാളിൽ ദേവൻ എത്താത്തതിനെ തുടർന്ന് കുമാരി കന്യകയായി തുടർന്നു. വലം കൈയിൽ 2 മടക്കുള്ള സ്വർണ്ണ രുദ്രാക്ഷ ജപമാലയേന്തി അഭയമുദ്രയുമായി നിൽക്കുന്ന കന്യകയായ ദേവിയുടെ രുദ്രാക്ഷശില കൊണ്ടുള്ള വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളത്. കുമാരിയുടെ വജ്രമൂക്കുത്തിയുടെ ഉജ്ജ്വലദ്യുതി കേൾവി കേട്ടതാണ്. കിഴക്കോട്ടാണ് പ്രതിഷ്ഠയെങ്കിലും വടക്കേ നടയിലൂടെയാണ് പ്രവേശനം. പ്രധാന ഉത്സവ സമയത്ത് മാത്രമേ കിഴക്കേ നട തുറക്കാറുള്ളൂ. ക്ഷേത്രം തമിഴ്നാട്ടിലാണെങ്കിലും മലയാള ക്ഷേത്രാചാര പ്രകാരമുള്ള പൂജാവിധികളാണ് ഇവിടെ തുടരുന്നത്. ഇടവ മാസത്തിലെ വൈകാശി ഉത്സവമാണ് ഏറ്റവും പ്രധാനം. നവരാത്രി ആഘോഷവും ഗംഭീരമാണ്. വിജയദശമി ദിവസം ദേവി വെള്ളിക്കുതിരപ്പുറത്തേറി 11 കിലോമീറ്റർ അകലെയുള്ള മഹാദാനപുരത്തേക്ക് ഘോഷയാത്രയായി എഴുന്നള്ളും. കന്യകയാൽ മാത്രമേ വധിക്കപ്പെടൂ എന്ന് ബാണാസുരന് ലഭിച്ച വരദാനത്തെ തുടർന്നാണ് പരാശക്തി കുമാരിയായി അവതാരമെടുത്തത്. കുമാരിയിൽ മഹാദേവൻ അനുരക്തനായി വിവാഹമുറച്ചു. അവതാരോദ്ദേശ്യം പാളുമെന്നായപ്പോൾ ദേവകൾ നാരദനെ സമീപിച്ചു. അർദ്ധരാത്രിയുള്ള മുഹൂർത്തത്തിൽ എത്താൻ പുറപ്പെട്ട മഹാദേവന് മുന്നിൽ നാരദൻ കോഴിയായി കൂവി. പ്രഭാതമായെന്നും മുഹൂർത്തം മാറിയെന്നും ധരിച്ച ശങ്കരൻ നിരാശനായി മടങ്ങിപ്പോയി. കാത്തിരുന്ന ദുഃഖിതയായ കുമാരി നിത്യകന്യകയായി തുടർന്നു. സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ അരിയും മറ്റും കുമാരി വലിച്ചെറിഞ്ഞതുകൊണ്ടാവണം കന്യാകുമാരിയിലെ മൺതരികൾ ധാന്യമണികൾ പോലെയാണിന്നും. കന്യാകുമാരിയുടെ അനുഗ്രഹം വാങ്ങിയാണ് വിവേകാനന്ദൻ കടലിനപ്പുറത്തുള്ള പാറമേൽ ധ്യാനലീനനായി ഇരുന്ന് ഇന്ത്യയെക്കുറിച്ച് മനനം ചെയ്തത്. നന്ദി.